ഓം ധ്യായാമോദവളാവകുണ്ഡലവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാമനാഥ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം മർക്കട വീരരും അർക്കാന്മയോത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു ഭാരതിയും കടന്ന് ഇക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാനേകാകിയായതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു. സൽഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാനിധി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശുനി ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കിടോ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും.
ബാണതോണിര ചാപാശ്വരതാദികൾ വാനവരാലും ജയ്യനാം പിന്നെ നീ ഹോമവശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴു തീടിനാർ. ഓം അമൃതേശ്വരിയെ നമഃ. ആധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിലെ രാവണന്റെ ഹോമവിഘ്നമാണ് ഇവിടെ പാരായണം ചെയ്തത്. രാമനുമായി യുദ്ധത്തിലേർപ്പെട്ട് നിരാശനായി തിരികെ രാജധാനിയിലെത്തിയ രാവണനോട് രാക്ഷസ ഗുരുവായ ശുകൻ ആഭിചാര കർമ്മം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. വിഘ്നം കൂടാതെ അത് ചെയ്താൽ തോൽവിയുണ്ടാകില്ലെന്നും പറയുന്നു. രാവണന്റെ ഹോമം മുടക്കാനായി വാനരരെ നിയോഗിച്ചെങ്കിലും അവരുടെ ഉപദ്രവത്തിലൊന്നും ഇളകാതെ മന്ത്രജപം തുടർന്നുകൊണ്ടേയിരുന്ന രാവണന്റെ അടുത്തേക്ക് മണ്ഡോദരി അടക്കമുള്ള പത്നിമാരെയെല്ലാം കൊണ്ടുവന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി. മണ്ഡോദരിയുടെ പരുഷ വാക്കുകൾ കേട്ടപ്പോൾ രാവണൻ ഗത്യന്തരമില്ലാതെ ഹോമം നിർത്തി വാനരരെ ആട്ടിപ്പായിക്കുന്നു. ശേഷം രാവണൻ മണ്ഡോദരിയുടെ ശരീരാത്മബന്ധത്തെക്കുറിച്ചും പറയുകയും ഇപ്പോൾ താൻ യുദ്ധത്തിന് പോകുകയാണെന്നും രാമലക്ഷ്മണന്മാരെ നിഗ്രഹിച്ച് ഉടൻ തന്നെ തിരിച്ചു വരുന്നുണ്ടെന്നും പറയുന്നു. അഥവാ രാമൻ തന്നെ വധിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ സീതയെ വധിച്ച് തന്റെ ചിതയിൽ ചാടി മരിക്കണമെന്നും മണ്ഡോദരിയോട് രാവണൻ അപേക്ഷിക്കുന്നു. രാവണന്റെ വാക്കുകൾ കേട്ട് ദുഃഖിതയായ മണ്ഡോദരി വിഷ്ണു ഭഗവാൻ രാവണ നിഗ്രഹത്തിനായിട്ടാണ് അവതരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ സീതയെ സമർപ്പിച്ച് വിഭീഷണന്റെ രാജ്യവും കൊടുത്ത് നമുക്ക് കാട്ടിൽ പോയി തപസ് ചെയ്യാമെന്നും പറയുന്നു. സീതയും രാമനും ലക്ഷ്മിയും മഹാവിഷ്ണുവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്നും രാമന്റെ കൈകൊണ്ട് പരമപദത്തെ പ്രാപിക്കാനായി താൻ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും പറഞ്ഞ് മണ്ഡോദരിയോട് യാത്ര ചോദിച്ച് യുദ്ധത്തിനായി രാവണൻ പുറപ്പെടുന്നു. ഉത്തമ മനുഷ്യരെ വളർത്തിയെടുക്കുന്നതിൽ ഋഷിമാരുടെയും ഗുരുക്കന്മാരുടെയും സാമീപ്യവും അനുഗ്രഹവും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഓം നമഃ ശിവായ.